ടൈറ്റാനിക്കിൻ്റെ കഥ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള കഥയാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന ഐതിഹാസികമായ കപ്പലിൻ്റെയും അതിൻ്റെ ചരിത്രവും ഒക്കെ തന്നെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും എന്നാൽ ആശ്ചര്യത്തോടെയും അതിശയത്തോടു കൂടിയും നോക്കി നിൽക്കുകയൊക്കെ ചെയ്ത ആ സിനിമയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക എന്നറിയാം. എങ്കിലും ആ സിനിമയുടെ കഥയിൽ പറയുന്ന രണ്ട് പേരുകൾ ജാക്കും റോസും ഇതിഹാസമായി മാറിയ രണ്ട് കഥാപാത്രങ്ങളാണ്. അവരുടെ ജീവിതം നമ്മളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്. പ്രണയത്തിൻ്റെ ആഴങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തന്നതും ആ കഥ തന്നെയാണ്. ആ പേരുകൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ആർദ്രമായ, അതിനേക്കാൾ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, മനസ്സിൽ ഇല്ലെങ്കിൽ നമ്മളൊന്ന് ശബ്ദിക്കാൻ കഴിയാത്ത തൊണ്ടയിലൊരു ഗദ്ഗതമായി വന്ന് നിൽക്കുന്ന ചില പേരുകളും കഥകളും കൂടി ഉണ്ട് ടൈറ്റാനിക്കിന് എന്നുള്ളതാണ്. ടൈറ്റാനിക്കിൻ്റെ കഥയെ പറയുമ്പോൾ നമുക്ക് ആ വർഷം ഒരിക്കലും മറന്നുപോകാൻ സാധിക്കാത്ത ഒരു വർഷമാണ് 1912 എന്ന് പറയുന്നത്. ആ 1912 ടൈറ്റാനിക് മുങ്ങുന്നത്. അറ്റ്ലാന്റിക്കിൽ ആ സമുദ്രത്തിൽ വെച്ചിട്ട് മുങ്ങിപ്പോവുകയാണ്. മഞ്ഞ് മലയിലേക്ക് ഇടിച്ച് കയറിയ കപ്പൽ രണ്ടായി പൊട്ടി പിളർന്ന് അത് കടലിനടിയിലേക്ക് പതിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആ കപ്പലിനെ കണ്ടെത്താനും അതിൻ്റെ അവശിഷ്ടങ്ങൾ തേടിയുമുള്ള പരിവേഷണങ്ങൾ ഒരുപാട് നടന്നു. ഒരുപാട് യാത്രികർ, ഒരുപാട് പദ്ധതികളെല്ലാം തന്നെ അതിനു വേണ്ടി ഉണ്ടായിരുന്നു. ആ കപ്പലിനെ ഉയർത്താനാവുമോ എന്നുള്ളത് എല്ലാ കാലത്തും ചരിത്രം ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പോഴും ആ ചോദ്യം ഇപ്പോഴും തുടങ്ങുന്നുണ്ട്. എപ്പോഴും എങ്കിലും നമുക്ക് ആ കപ്പലിനെ തിരികെ കൊണ്ടുവരാൻ കഴിയും, ഉയർത്തിയെടുക്കാൻ കഴിയുമോ, വെള്ളത്തിനടിയിൽ ആണ്ടുപോയ ആ കപ്പലിനെ എന്നെങ്കിലും കരയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സാധിക്കില്ല, വലിയ പ്രയാസമാണ് അത് ചെയ്യാനായിട്ട്. ചെയ്തിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്നവർ കൂടിയുണ്ട്. അത് ആ കടലിൻ്റെ അഗാധമായ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ പല കോടി കഥകളുടെ കഥയായി അവിടെ കിടക്കട്ടെ എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ എന്തായാലും ശരി തന്നെ, 113 വർഷങ്ങൾക്ക് മുൻപ് 1500-ലേറെ യാത്രക്കാരുമായിട്ട് യാത്ര തിരിച്ച ഒരു പടുകൂറ്റൻ കപ്പൽ, ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിസ്മയമായ, ഞങ്ങൾ ഒരിക്കലും മുങ്ങില്ല എന്ന് അഹങ്കാരത്തോടു കൂടി യാത്ര ചെയ്ത കപ്പൽ. ആ കപ്പലിൻ്റെ കഥ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു കഥയാണ്, നമുക്കെല്ലാം തന്നെ അറിയാവുന്നുള്ളതും. പക്ഷേ അതിലറിയാത്ത ചില കഥകളുണ്ട്. ആ കഥകളെ പറ്റിയുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിനെ പറ്റിയിട്ട് വിശാലമായിട്ടൊരു പുതിയ കഥ എന്ന് പറഞ്ഞാൽ അധികം കേട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ആ കഥ അറിയുന്നവർ തന്നെയാണ് മിക്കവാറുമുള്ള ആൾക്കാർ. പലരും നമുക്കറിയില്ല എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ അധികം കേട്ടിട്ടില്ല. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തന്നെ ഈ കഥ വളരെ പ്രസിദ്ധവുമാണ്. ആ കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇസിഡോർ സ്ട്രോസും ഐഡ എന്ന് പറയുന്ന അയാളുടെ പത്നിയുമാണ്. ഇവരുടെ ഈ ഇസിഡോർ സ്ട്രോസിൻ്റെ ബർത്ത്ഡേക്ക് ഭാര്യ ഐഡ സമ്മാനമായിട്ട് നൽകിയ ഒരു വാച്ചിൻ്റെ കഥയാണ്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ആ വാച്ച് ഇപ്പോൾ ലേലത്തിൽ വെച്ചപ്പോൾ 17.8 ലക്ഷം പൗണ്ട്, ഏകദേശം 20.9 കോടി രൂപയ്ക്ക് അത് ലേലത്തിൽ വിറ്റുപോയി എന്നുള്ളത് കൊണ്ടാണ്. ആ വാച്ചിന് ടൈറ്റാനിക്കിൻ്റെ ചരിത്രവുമായി ബന്ധമുണ്ട്. അമൂല്യമായിട്ടുള്ള ഒരു ചരിത്ര വസ്തുവായിട്ട് അതിനെ കണക്കാക്കപ്പെടുന്നുണ്ട്. പോരാത്തതിന് ഈ ഇസിഡോർ സ്ട്രോസിൻ്റെയും ഐഡയുടെയും പ്രണയകഥയുടെ പ്രതീകവും കൂടി ആയതുകൊണ്ടാണ് അതിന് ഇത്രയേറെ വില വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ജാക്കിൻ്റെ റോസിൻ്റെ കഥ അറിയാം. ജാക്കും റോസും കപ്പലിൽ വെച്ച് പ്രണയത്തിലായതിനു ശേഷം അവർ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് അവർ നേരത്തെ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നെല്ലാം പിന്മാറി ജാക്കുമായിട്ട് പ്രണയത്തിലാവുകയും അതിഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പ്രണയാതുരമായ നിമിഷങ്ങളും എല്ലാം തന്നെ. അതിനുശേഷം ആ കപ്പൽ മുങ്ങുമ്പോൾ ജാക്ക് റോസിനെ ത്യാഗനിർഭരമായി ഒരു പലകയിലേക്ക് എടുത്ത് കയറ്റി കിടത്തിയതിന് ശേഷം ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് തണുത്ത് മരവിച്ച് മരിച്ചു പോവുകയും ജാക്കിൻ്റെ വിരൽത്തുമ്പുകളിൽ പോലും സ്പർശിക്കാനാവാതെ അയാൾ അതിൻ്റെ അഗാധഗർത്തങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക്, ആ വിസ്മൃതിയിലേക്ക് പ്രണയം ആണ്ടുപോവുകയും ഒരിക്കലും മരിക്കാത്ത പ്രണയമായി അവരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. അവരുടെ മരണത്തോളം തന്നെ അതുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു ഇതിഹാസ കഥ, ആ കഥയാണ് നമുക്കറിയാതുള്ളത്. അതുപോലെ എന്നാൽ അവിടെ റോസ് രക്ഷപ്പെടുകയാണല്ലോ. പക്ഷേ ഇവിടെ ഈ കഥയിൽ ഇസിഡോറിൻ്റെയും സ്ട്രോസിൻ്റെയും കഥയിൽ ഇസിഡോർ സ്ട്രോസിൻ്റെ ഐഡയുടെയും കഥയിൽ അവർ ഭർത്താവിനൊപ്പം മരിക്കാനാണ് തീരുമാനിക്കുന്നത്. ഭർത്താവിനെ ഉപേക്ഷിച്ച് ഈ പറയുന്ന ലൈഫ് സേവ് ചെയ്യാനുള്ള ഈ ബോട്ടിലേക്ക് കയറാതെ ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത് ഭർത്താവിനൊപ്പം. അതായത് ഇസിഡോർ സ്ട്രോസിനോടൊപ്പം ഐഡയും മുങ്ങി മരിക്കുകയാണ്. അപ്പോൾ ആ കപ്പലിൽ വെച്ചിട്ട് തൻ്റെ 44-ാം പിറന്നാളിന് ഇസിഡോർ സ്ട്രോസിന് ഐഡ സമ്മാനിച്ച ഒരു വാച്ചുണ്ട്, പോക്കറ്റ് വാച്ച്. 18 ക്യാരറ്റ് സ്വർണ്ണ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു, അത് സ്ട്രോസ് എന്ന് എഴുതിയിരുന്നു, അയാളുടെ പേര് എഴുതിയിരുന്നു. ആ ഒരു
വാച്ചാണ് സമ്മാനമായിട്ട് കൊടുത്തത്. ആ കപ്പൽ മുങ്ങി ഇവർ മരിക്കുമ്പോഴും മരണത്തിലേക്ക് പോകുമ്പോഴും അവർ ഈ പറയുന്നവരുടെ പോക്കറ്റിൽ ആ വാച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർ മരിച്ചു. ഈ പറയുന്ന സ്ട്രോസിൻ്റെ മൃതദേഹം പിന്നീട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയ മൃതദേഹത്തിനകത്ത് ഈ വാച്ച് ഉണ്ടായിരുന്നു. ആ വാച്ച് പിന്നീട് ഇയാളുടെ പ്രഭുപുത്രനായിട്ടുള്ള കെന്നത്ത് ഹോളിസ്റ്റർ സ്ട്രോസ് എന്ന് പറയുന്ന ആൾക്ക് കൈമാറുകയുണ്ടായി. അദ്ദേഹം അത് പിന്നീട് വളരെ കാലത്തോളം സൂക്ഷിക്കുകയും ഇപ്പോൾ അതിനെ ലേലത്തിൽ വെക്കുകയും ചെയ്തപ്പോഴാണ് ഇത്ര വലിയൊരു തുകയ്ക്ക് അത് ലേലത്തിൽ പോയത്. 20.9 കോടി രൂപയ്ക്കാണ് അത് ലേലത്തിൽ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ പ്രണയത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ജാക്കിനെയും റോസിനെയും കാൾ വലിയ തീവ്രമായ അനുരാഗത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ബന്ധത്തിൻ്റെ കഥ പറയുന്ന, ആഴം പറയുന്ന, അറ്റ്ലാന്റിക് സമുദ്രത്തിനേക്കാൾ വലിയ ആഴമുണ്ട് ആ പ്രണയത്തിന്, ആ ബന്ധത്തിന് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടുന്ന ആ വാച്ച് അത് ഒരു ദിവ്യ നിത്യ സ്മാരകമായി പ്രണയത്തിൻ്റെ എന്നും സൂക്ഷിക്കാൻ കഴിയുന്ന, എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു വലിയ സ്മാരകമായി നിലനിൽക്കുമ്പോൾ അതിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരാൾ 20.9 കോടി രൂപ നൽകിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഐഡ സമ്മാനിച്ച ആ വാച്ചും പോക്കറ്റിലിട്ടാണ് മരണത്തിലേക്ക് സ്ട്രോസ് നടന്നു നീങ്ങിയതെന്നാണ്. സ്ട്രോസിൻ്റെ കുടുംബത്തിനെ പറ്റിയൊക്കെ ഈ സമയത്ത് ഇൻ്റർനെറ്റിൽ ആൾക്കാർ തിരയുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ വ്യവസായിയായിരുന്നു. ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച അംഗമായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ്. അതിനുശേഷമാണ് ഐഡയുമായിട്ട് കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാവുന്നതും അവർ വിവാഹിതരാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ജന്മദിന സമ്മാനമായിട്ടാണ് ഐഡ ഈ സ്ട്രോസിന് ഈ പറയുന്ന വാച്ച് സമ്മാനിച്ചത്. ജൂൾ ഗെൻസൺ കമ്പനിയുടെ 18 ക്യാരറ്റുള്ള ഒരു സ്വർണ്ണ വാച്ചായിരുന്നു അന്ന് കൊടുത്തതെന്നാണ്. മൃതദേഹം കണ്ടെത്താൻ, പക്ഷേ ഈ പറയുന്ന ഐഡയുടെ മൃതദേഹം ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ സ്ട്രോസിൻ്റെ മൃതദേഹത്തിനുള്ളിൽ ഈ പറയുന്ന മൃതദേഹത്തിലെ പോക്കറ്റിൽ നിന്നാണ് ഈ വാച്ച് ലഭിക്കുന്നത്. ഇവിടെ മറ്റൊരു കഥയിൽ, ജാക്കിൻ്റെ റോസിൻ്റെയും കഥയിൽ എന്താ സംഭവിക്കുന്നത്? റോസിനെ ജീവനോടെ റോസ് രക്ഷപ്പെടുന്നു. ജാക്കിനെ കണ്ടെത്താനാവുന്നില്ല. ജാക്കിൻ്റെ മൃതദേഹം എവിടെയെന്ന് കണ്ടെത്താനാവുന്നില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് അയാൾ ആണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ സ്ട്രോസിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു. അതിൽ നിന്ന് ഈ വാച്ച് ലഭിക്കുന്നു. ഐഡയുടെ മൃതദേഹം കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. 1500-ലേറെ യാത്രക്കാരുള്ളതിൽ അവരുടെ പേരുകൾ ഇപ്പോഴും UK-യിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. UK-യിലും അമേരിക്കയിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ടൈറ്റാനിക്കിൻ്റെ സ്മാരകത്തിൽ അതുണ്ട്. അത്രയേറെ ആദരവോടുകൂടി ആ പേരുകളെ ഇന്നും ലോകം ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരു നൂറ്റാണ്ടും ഏതാണ്ട് 20 വർഷത്തിലേറെ, 22 വർഷത്തോളം പിന്നിട്ട ആ വലിയ ചരിത്രത്തിന്, ആ ദുരന്തത്തിന് ഇത്രയേറെ കാലം പോയിട്ടും വില അല്ലെങ്കിൽ അതിൻ്റെ മതിപ്പ്, അതിൻ്റെ മൂല്യം ഒട്ടും കുറയുന്നില്ല. ആ ദുരന്തത്തിൻ്റെ മൂല്യമല്ല, അതിലുണ്ടായിരുന്ന ജീവനുകളുടെ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ആഴമാണ് ഒരിക്കലും കുറയാത്തത്. അത് കുറയുന്നില്ല എന്ന് ഓരോ തവണയും അതിനെപ്പറ്റിയുള്ള ഓരോ വാർത്തകളിലും നിറഞ്ഞു വരുന്നുണ്ടത്. ഏതാണ്ട് 122 വർഷത്തെ, ഒരു നൂറ്റാണ്ടും 22 വർഷവും പിന്നിട്ട് പോയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. അവിടെ ഈ പറയുന്ന എത്ര കാലങ്ങൾ കടന്നുപോയാലും ശരി തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളിലെല്ലാം തന്നെ, ആ ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്നെല്ലാം തന്നെ ആ പറയുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇളകി പൊട്ടി ദ്രവിച്ചു വരുന്ന ഓരോ കണികകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും മനുഷ്യൻ്റെ ബന്ധങ്ങളുടെ ആഴവും അതിൻ്റെ പരപ്പും, ആ പറയുന്ന ഒരിക്കലും നാശമില്ലാത്ത ആ നിത്യതയുടെ ഓർമ്മകളും ഒക്കെ തന്നെ. അതിൽ എന്നും സ്വർണ്ണലിപികളാൽ, ആ 18 ക്യാരറ്റിൻ്റെ വാച്ചുണ്ടല്ലോ, അതുപോലെ അതിൻ്റെ സ്വർണ്ണ ലിപികളാൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇസഡോർ സ്ട്രോസ് എന്നും ഐഡ എന്നുമുള്ള പേരുകൾ. നമുക്ക് ജാക്കിൻ്റെയും റോസിൻ്റെയും കഥകൾ അറിഞ്ഞ നമുക്ക് ഈ സ്ട്രോസിൻ്റെയും ഐഡയുടെയും കഥകൾ കൂടി കേൾക്കേണ്ടതുണ്ട്. അതുകൂടി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കുടുംബത്തിൻ്റെ അർത്ഥത്തെപ്പറ്റിയും ദാമ്പത്യത്തിൻ്റെ വലിപ്പത്തെപ്പറ്റിയും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൂർണ്ണതയെപ്പറ്റിയും എല്ലാം തന്നെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ഉത്തമ മാതൃകയായിരിക്കുന്നു ജീവത്യാഗം ചെയ്യുന്ന ഈ പറയുന്ന അത്രയേറെ സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന ദമ്പതികളെ നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് മേലുണ്ട്. നമുക്കറിയാവുന്നുള്ളതുപോലെ തന്നെ നമ്മുടെ ചരിത്രവും പുരാണങ്ങളും എല്ലാം എടുത്ത് പഠിച്ചാൽ തന്നെ അത്രയേറെ മൂല്യവത്തായ ബന്ധങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ടൈറ്റാനിക്കിൻ്റെ കാര്യത്തിലും ഈ ആധുനിക കാലത്തിലും ഏതാണ്ട് 122 വർഷം പിന്നിലേക്ക് പോയാലും അത്തരത്തിലുള്ള ഒരു നിത്യസ്മാരകമായി സ്ട്രോസും ഐഡയും നിലനിൽക്കുന്നു. ആ അമൂല്യമായ ബന്ധത്തിൻ്റെ അമൂല്യമായ ഒരു വസ്തുവാണ്, വിലമതിക്കാനാകാത്തത്ര വിലയുള്ള വസ്തുവാണ് ഇന്ന് 20.9 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ടിരിക്കുന്ന വാച്ച്. അതിനെ പറ്റിയിട്ടുള്ള വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത്. എന്തായാലും ഐഡയും സ്ട്രോസും
ഒരിക്കലും മരിക്കുന്നില്ല. അവരുടെ നിത്യമായ ഓർമ്മകൾ, ആഴമുള്ള ആ സ്നേഹം, പ്രണയം അത് ടൈറ്റാനിക് ആ കടലിനടിയിൽ എപ്രകാരമുണ്ടോ അതുപോലെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ദ്രവിച്ച് ജീർണിച്ചു പോകുന്നു. പ്രണയത്തിന് നാശമില്ല എന്നുള്ളതും ഇവിടെ തെളിയുന്നു.